അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ രണ്ടംഗങ്ങളായി ലോക്സഭയുടെ കോണിലിരുന്ന പാർട്ടിയാണ് BJP. അതിനെ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പോന്ന ശക്തിയായി വളർത്തിയത് കോൺഗ്രസ്സാണ്. സർ, ഫൈസാബാദ്, ഞാൻ പറയട്ടെ ഫൈസാബാദിനെ പറ്റി കേട്ടോ. ഫൈസാബാദ് ആയിരുന്നു, അവിടെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു തുടക്കം. ഹിന്ദു വർഗീയതയെ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കായി കോൺഗ്രസ് ഉപയോഗിച്ചു തുടങ്ങിയതു മുതൽ കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു. 1950കളിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിനെതിരെ തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ആചാര്യ നരേന്ദ്രദേവ് മത്സരിച്ചപ്പോൾ അന്ന് പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് ഒരു ഹിന്ദു സന്യാസിയെ എതിർ സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് ബാബറി മസ്ജിദിൽ വിഗ്രഹം കണ്ടുകിട്ടിയെന്ന പ്രചരണം ആരംഭിച്ചു. അതോടെയാണ് ആധുനിക ഇന്ത്യയിൽ വലിയ വർഗീയ ധ്രുവീകരണമുണ്ടായത്. നരേന്ദ്രദേവിനെ തോൽപ്പിക്കാനായി ഹിന്ദു വർഗീയതയുടെ കാർഡ് സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ്. ആചാര്യ നരേന്ദ്രദേവിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ കൈയയച്ച് സഹായിച്ചത് ഹിന്ദു വർഗീയവാദികളുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടും ആ വഴിയിലൂടെയാണ് കോൺഗ്രസ് സഞ്ചരിച്ചത്. പൂട്ടിക്കിടന്ന ബാബറി മസ്ജിദ് സംഘപരിവാറിനായി തുറന്നു കൊടുത്തത് കോൺഗ്രസ്സാണ്. സർ, ജാമിയ മിലിയെ പറ്റി പറഞ്ഞല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിന് കാവൽ നിന്ന കാര്യം പറയുന്നത് ഒരു സ്ഥലത്ത് നല്ല ആവേശത്തിൽ പറയുന്നതായിട്ട് കേട്ടു. സർ, അതൊരു കാലം. ഈ ബാബറി മസ്ജിദിൻ്റെ കാലം അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് നരസിംഹറാവു ആണല്ലോ. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യമാകെ അദ്ദേഹത്തിന് ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയാണ്. എന്തിന്? ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ. രാജ്യം ഒന്നാകെ കൊടുത്ത പിന്തുണയായിരുന്നു അത്. ചെറുവിരൽ അനക്കിയോ? സർ, സംഘപരിവാറുകാരാണ് ബാബറി മസ്ജിദ് തകർത്തതെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ തകർക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കിയത്, അതിനാവശ്യമായ വഴികൾ ഒരുക്കി കൊടുത്തത്, അവർക്ക് തടസ്സങ്ങൾ ഇല്ലാതെ തകർക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയത് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റല്ലേ? ഇതല്ലേ നമ്മുടെ അനുഭവം? ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യ മുദ്രാവാക്യം അത് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന രീതികൾ എന്തായിരുന്നു? കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച രീതികൾ. സർ, ഇതൊക്കെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നില്ലേ? ഇപ്പോൾ മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, അങ്ങനെ പലയിടങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന നയം എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. മധ്യപ്രദേശത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് ബദലാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്നു കോൺഗ്രസ്. അവിടെ ഗോഹത്യയുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുത്തു. ആ കാലത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും നിയമസഭാ സാമാജികർ ഒന്നിച്ചു നിന്നാണ് പശുവിനെ രാഷ്ട്രമാതാവായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത്. ഇതേ കോൺഗ്രസ്സാണ് രാമക്ഷേത്രം പണിയണമെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചതും ഇപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലാത്തതുമായ മൃദുവർഗീയ നിലപാടുകളുണ്ട്. ഇപ്പോൾ
അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന നമ്മുടെ അയൽ സംസ്ഥാനം, അവിടെ യലഹങ്കയിൽ നടന്ന കാര്യം അത് വലിയ തോതിൽ എതിർപ്പുയർത്തിയൊരു വിഷയമാണ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചതാണെന്നും കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കേരള മുഖ്യമന്ത്രി ഇടപെടേണ്ട എന്നൊക്കെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറയുന്നതായിട്ട് കേട്ടു. സർ, ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ ഭാഷ ഇത്തരം ഘട്ടങ്ങളിൽ നാം കേട്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള സംസാരമായി അത് തോന്നി. ഓർക്കേണ്ടത്, പണ്ട് യോഗി ആദിത്യനാഥ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതും ഇതേ വർത്തമാനമായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ഞാനപ്പോൾ മറുപടി പറയാൻ പോയില്ല. ഇരകൾക്ക് നീതി കിട്ടലാണ് മുഖ്യം. രാഷ്ട്രീയ സംവാദത്തിലേക്ക് പോയി വിഷയത്തെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളിയിലേക്ക് ഒതുക്കാനും ഫോക്കസ് മാറ്റാനും ആഗ്രഹിച്ചില്ല. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. കർണാടകയുടെ ആഭ്യന്തര കാര്യം, ഉത്തർപ്രദേശിൻ്റെ ആഭ്യന്തര കാര്യം എന്നൊന്നില്ല. ചൂഷണം അനുഭവിക്കുന്നവർ ആരായാലും, അവർ ലോകത്തെ ഏത് കോണിലായാലും അവർക്കൊപ്പം നിൽക്കുക എന്നത് ഞങ്ങളുടെ എന്നത്തെയും നിലപാടാണ്. പലസ്തീനു വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് ആ നിലപാടിൻ്റെ ഭാഗമായാണ്. ക്യൂബയോട് ഐക്യപ്പെടുന്നതും ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. സംഭവം നടന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും കർണാടകയിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന അനുഭവം ഉണ്ടായില്ല. എന്നാൽ കേരളത്തിൽ നിന്നും പ്രതിഷേധമുയർന്നപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് വിഷയം ഏറ്റെടുക്കേണ്ടി വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണാടകയിലെ പ്രതിപക്ഷം BJP ആണല്ലോ. ഈ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങൾ, അതാണ് ഇക്കാര്യത്തിൽ ഈ രണ്ടു കൂട്ടരെയും ഒരുമിപ്പിച്ചത്. ഇന്ന് വർഗീയത നേരിടുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്താകെ പരിശോധിച്ചാൽ കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നല്ലോ. ബീഹാറിൽ മതേതര ഇടതു പാർട്ടികൾ ഒരുമിച്ചാണ് മത്സരിച്ചത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വേണ്ടത്ര ഉണ്ടായോ? എന്തേ അങ്ങനെ സംഭവിച്ചത്? 6 കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ടോടെയാണ് അവിടെ ജയിച്ചത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? സർ, ആ 6 പേരും BJPയിൽ ചേർന്നു. ഇപ്പോൾ അവർ NDA പക്ഷത്താണിപ്പോൾ. തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ 6 പേരെയും ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റെയും രാഹുൽ ഗാന്ധിയുടെയും യോഗത്തിൽ നടന്ന മീറ്റിംഗിൽ ഞാൻ അവരെ കണ്ടതാണ്. മാധ്യമങ്ങളിൽ പറയുന്ന കള്ളവാർത്ത മുഖ്യമന്ത്രിയെ പോലെ ഒരാള് അല്ലെങ്കിൽ ആരെഴുതി കൊടുത്താലും അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മറ്റത്തൂരിൽ അത് തന്നെയാണ് സാർ. ഞങ്ങളുടെ ഒരു മെമ്പറും പോയിട്ടില്ല.
ഈ 6 പേരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു, ഈ 6 പേരും കോൺഗ്രസിൽ തന്നെയാണ്. അവർ ഒരിടത്തും പോയിട്ടില്ല. BJPയുടെ പ്രചരണമാണ് എന്ന് അങ്ങേ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അങ്ങ് പറഞ്ഞ് ഞാൻ പരിശോധിക്കാം. പക്ഷേ മറ്റത്തൊരു നാടാകെ അംഗീകരിച്ചൊരു കാര്യമാണ്. അത് നിങ്ങളുടെ നിഷേധം കൊണ്ട് മാത്രം ഇല്ലാതാവില്ല. ഇപ്പോ അല്ല, നമ്മളിപ്പം എൻ്റെ സമയം കഴിഞ്ഞിട്ട് 9 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ സമയത്തിന്റെ ഇരട്ടിയിലധികം എടുത്തവരില്ലേ. അപ്പോൾ ഇനി എനക്കത്ര സമയം കിടക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. ഇവിടെ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു മുദ്രാവാക്യം, മതമാണ് 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 പ്രശ്നം, കേരളത്തിൽ ഉയരുന്ന ഒരു മുദ്രാവാക്യമാണ്. ഇത്തരം ഒരു മുദ്രാവാക്യം ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കളാരും നേരത്തെ ഒരു കാലത്തും ഉയർത്തിയതായി കേട്ടിട്ടില്ല. അങ്ങനൊരു മുദ്രാവാക്യമേ ഇപ്പോൾ ബാഫക്കി തങ്ങളോ സീതി സാഹിബോ CHO ഒന്നും ഉയർത്തിയ അനുഭവമില്ലാത്തതാണ്. എന്താണ് ഇപ്പോൾ അത്തരത്തിൽ ഇത്തരമൊരു മുദ്രാവാക്യം വിളിക്കുകയും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള ചില ആളുകൾ അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. മതമാണ് 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 പ്രശ്നം എന്ന് ലീഗിൻ്റെ നേതൃനിരയിൽ തന്നെയുള്ള ഒരാൾ പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. പ്രതികരണം നല്ലതാണ്. ഒരു മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. അതായത് ആ പ്രസംഗത്തിൽ നിരീശ്വരവാദമല്ല മതവിശ്വാസമാണ് പ്രധാനം എന്ന് സമർത്ഥിക്കാനാണ് കക്ഷി ശ്രമിച്ചത്, അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. മതവിശ്വാസം അതാണ്, അതിൻ്റെ സന്ദർഭം മനസ്സിലാകും. ഈ ഈശ്വരവിശ്വാസം പ്രധാനമാണ് എന്ന് പറഞ്ഞതാണ്. അത് പിന്നെ മിസ്കോട്ട് ചെയ്ത് മതവിശ്വാസം മതം ജാതി എന്നുള്ള അർത്ഥത്തിലോ വർഗീയ എന്നുള്ള അർത്ഥത്തിലോ അല്ല പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഫുൾ ടെസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഒന്ന് ഇടപെടുകയാണ്. ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് വസ്തുതയല്ല. അതിന്റെ വീഡിയോ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ്. മുഴുവൻ കേൾക്കൂ. അത് മാത്രമല്ല പറഞ്ഞത്, അധികാരം തിരിച്ചു പിടിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. അതിന്റെയും വീഡിയോ ഉണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. എന്റെ കൈവശം വീഡിയോ ഉണ്ടെന്നേ. എന്റെ കൈവശം വീഡിയോ ഉണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞൊരു വീഡിയോയാണ്. നിങ്ങൾ അസംബ്ലിയിൽ നിഷേധിച്ചത് കൊണ്ട് അത് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. മുസ്ലിമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയോട് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത ഒരു ചരിത്രം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. അല്പാൽപമായി രാഷ്ട്രീയ കാരണങ്ങളാൽ ഇടതുപക്ഷ മുന്നണി ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പകരം വന്ന അല്പ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പോലും ഞങ്ങൾ അതിശക്തിയായി എതിർത്തിട്ടുണ്ട്, തുടരുകയും ചെയ്യും. ഞങ്ങളെ ആ കാര്യത്തിൽ നോക്കണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞോളൂ. നൗഷാദ്, മുഖ്യമന്ത്രി പറഞ്ഞോളൂ.
സർ ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യം നമുക്ക് മുഖവിലക്കെടുക്കാം. പക്ഷേ നാട് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് നിങ്ങളും ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ തെളിവുകളായിട്ട് ഇപ്പോൾ പുറത്തു വന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതേ രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തരത്തിലാണ്. അതിനോടൊപ്പം ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി രേഖപ്പെടുത്തിയ ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യമാണത്. നിങ്ങൾ പലരും ആ തരത്തിൽ സംസാരിക്കുന്നവരല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നവരും ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. അതെവിടത്തേക്കാണ് പോകുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു തരത്തിലുള്ള സ്വാധീനം എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ചില സ്വാധീനങ്ങൾ നിങ്ങളെ വല്ലാതെ വെട്ടിലാക്കുന്നു എന്നുള്ളത് കണ്ടുപോകണം. അത് തള്ളിപ്പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം നിങ്ങളത് പറഞ്ഞു, നല്ല കാര്യമാണ്. ഇനിയും ആ നില തന്നെ സ്വീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാലത്തും ഒരു വർഗീയതയോടും, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും, ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടേ സ്വീകരിക്കും. പലപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി ഈ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം ഞങ്ങൾ കാണിക്കില്ല എന്ന്. അത് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ വർഗീയതക്കെതിരെ മതേതരത്വം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്ത് ബദലാവില്ല എന്നത് നാം കാണണം. ആഗോളവൽക്കരണ നവ ഉദാരവൽക്കരണ നയങ്ങളുണ്ട്. സർ, ആ നയം ആരുടേതാണ്? ഇവിടെയാണ് കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യം. ആഗോളവൽക്കരണ നയം, നവ ഉദാരവൽക്കരണ നയം ഒക്കെ ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റാണ്. അന്നതിന് അതിൻ്റേതായ ന്യായങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ രാജ്യത്തിൻ്റെ അനുഭവം എന്താണ്? എത്രമാത്രം അപകടകരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിലൊരു പുനർചിന്തന നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടോ? അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ തള്ളിപ്പറയാത്ത കാലത്തോളം നിങ്ങൾക്കും BJPക്കും ഒരേ സാമ്പത്തിക നയം എന്ന നിലയിലേ വരുന്നത്. ഒരേ സാമ്പത്തിക നയമുള്ള നിങ്ങളെങ്ങനെയാണ് BJPയുടെ ഒരു ബദൽ ശക്തിയായി മാറുക? അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ തെങ്കൽ ഡ്രാഫ്റ്റ്, ഘാട്ട് കരാറ്, ലോകവ്യാപാര സംഘടനയുമായുള്ള കരാറുകൾ, ഇങ്ങനെ രാജ്യത്തിൻ്റെ പരമോന്നതാധികാരം ഇല്ലാതാക്കുന്ന നടപടികൾ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയായിട്ടൊരു കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അത് പുനർചിന്തന നടത്തേണ്ട സമയമായില്ലേ? അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കണ്ടേ? എന്നിട്ട് ആ നയത്തിനെതിരെ വരണ്ടേ? നമ്മുടെ കർഷകരുടെ, തൊഴിലാളികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ എല്ലാം നടുവൊടിക്കുന്ന സാമ്പത്തിക നയങ്ങളാണല്ലോ നവോദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്നത്. അപ്പോൾ ആ നയം BJP ഇപ്പോൾ കൂടുതൽ ശക്തമായി നടപ്പാക്കുന്നു. അതിൻ്റെ തുടക്കക്കാർ നിങ്ങളും ഇപ്പോൾ നയത്തിൽ അതിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങൾക്കെങ്ങനെ BJPയുടെ ബദൽ ശക്തിയാകാൻ പറ്റും? ഇത്തരം കാര്യങ്ങളിൽ, അത് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയ നയത്തിൻ്റെ കാര്യത്തിലായാലും വർഗീയതയുടെ കാര്യത്തിലായാലും എല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറഞ്ഞ ബഹുമാനായ രമേശ് ചെന്നിത്തല ഒരു ശതക്കണക്ക് പറയുന്നത് കേട്ടു. സർ, അതല്ല, അതിനും മേലേന്ന് പറഞ്ഞിട്ടില്ലേ? അതുക്കും മേലെയാണ് LDF വരാൻ പോകുന്നത്. ആ അവസ്ഥയാണ് കേരളത്തിൽ. അത്തരമൊരു സാഹചര്യമാണുള്ളത്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണല്ലോ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നമുക്ക് അവിടെ കാണാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
സർ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക. യെസ് ഓർഡർ. ശ്രീ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച ഉപക്ഷേപം പാസാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ? യെസ് ഓർഡർ. ഡയറക്ഷൻസ് ആണ്. പോളിംഗിന് ബെൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ചെയറിൽ നിന്ന് നിർദ്ദേശം വരുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ട് പോളിംഗ് എന്ന ചെയർ അറിയിക്കുമ്പോൾ മാത്രമേ ബഹുമാനപ്പെട്ട അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തുവാൻ പാടുള്ളൂ. വോട്ടിംഗ് ആരംഭിക്കുമ്പോൾ സാമാജികർക്ക് വോട്ടിങ്ങിനുള്ള സ്ക്രീൻ ലഭിക്കും. അത് ലഭിക്കാത്തവർക്ക് കമ്പ്യൂട്ടറിലുള്ള വോട്ടിംഗ് ബട്ടൺ പ്രസ് ചെയ്താൽ വോട്ടിങ്ങിന്റെ സ്ക്രീൻ ലഭിക്കും. യെസ്, റിംഗ് ദ ബെൽ. യെസ്, ശ്രീ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ അബ്സ്റ്റെയിൻ എന്ന ക്രമത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. സ്റ്റാർട്ട് പോളിംഗ്. ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ പറയാം. യെസ്, രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ അവതരിപ്പിച്ച ഗവർണർ പ്രസംഗത്തിന് അനുകൂലിക്കുന്നവർ പറയാം. പി പേഷ്യൻ. അനുകൂലിക്കുന്നവർ 66, പ്രതികൂലിക്കുന്നവർ 26, നിഷ്പക്ഷത പാലിക്കുന്നവർ 0. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു.